നിരീശ്വരവാദികൾ ഭയങ്കരമായിട്ട് കുരച്ച് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല മരുന്നായിട്ടിടുന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ അത്ര കുരയില്ല. ഇതൊരു സീസണിൽ ഇറങ്ങുന്ന ഞാൻ തോന്നുന്നു, ചിലപ്പോൾ കൊറോണ എല്ലാം പോലെ. എന്നിട്ട് ഇവർ ഇത്രയും നാളിങ്ങനെ ലോകം അട്ടിമറിച്ചിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും. ഉള്ള ആളുകൾ കുറച്ച് ഒളിച്ചു പോയിക്കുണ്ടാവും. ഇതൊന്നും നടക്കുന്ന പരിപാടിയൊന്നുമില്ല, വേറെ പണിക്ക് പോയിക്കുണ്ടെങ്കിൽ പൈസ കിട്ടും എന്നുള്ള കോലത്തിൽ അല്ലേ. അങ്ങനെ നിരീശ്വരവാദികൾക്ക് ഒരാളുകളെ പോറ്റുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ നിരീശ്വരവാദികൾ ഈ ഓരോരോ പേരുകളിൽ ഓരോ ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അവരോട് നിരീശ്വരവാദം ഇങ്ങനെ പരിപാടിയെല്ലാം വെച്ചിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറയണം. എന്താ അവസ്ഥ എന്നല്ല. ആൾക്കാരെ അടികൊള്ളുന്നതായിട്ട് മുഖം മൂടിയെല്ലാം ഇട്ടിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അടികൊള്ളൂലേ ഇങ്ങനത്തെ ഓനിപ്പോൾ ഓരോ ആൾക്കാർ ഓരോ കാര്യം നോക്കി നടക്കാന്നല്ലാണ്ട് മറ്റുള്ള ആളുകൾ ജീവൻ കൊടുത്തിട്ടും ജന്മം കൊടുത്തിട്ട് അവരുടെ വിശ്വാസം കാക്കാൻ അവർ തയ്യാറായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ അടുത്ത് പോയിട്ട് ഉള്ള തോന്നിയ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടുവാരെങ്കിലും ഒരു ചെറിയൊരു ചോറ് തിന്നുന്ന ചെറിയൊരു കുഞ്ഞൻക്കറിയാലോ ആ കാര്യങ്ങൾ. മാസ്ക് ഇട്ടിട്ട് ഇപ്പോൾ ഈ ഇന്ത്യക്കുള്ളിലില്ല ഒരുപാട് ആൾക്കാരെല്ലാം സഞ്ചാരത്തിലാണെന്ന് തോന്നുന്നത്. കാരണം നാട്ടിലിറങ്ങിയ ആൾക്കാർ കൈവെക്കുന്നതുകൊണ്ട് മാസ്കെല്ലാം ഇട്ടിട്ട് പോകുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തിനാ അതിനെല്ലാം നിൽക്കേണ്ട ആവശ്യം. നിരീശ്വരവാദിയാണെങ്കിൽ നിരീശ്വരവാദി ആ കോലത്തിൽ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. ഇന്ത്യയിൽ എല്ലാത്തിനും സൗകര്യമുണ്ട്. പക്ഷെ വേറൊരാളെ തലയിൽ കയറിയിട്ട് നിരങ്ങിയിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളെ തലയും അതിനെ അങ്ങ് വെച്ച് തരൂല. ഭയങ്കര ബുദ്ധിയുള്ള ആളെപ്പോലെയാണ് സംസാരിക്കാൻ. എന്നാൽ പിന്നെ ഈ സംസാരിക്കുന്ന ഒരുത്തെ ഒന്ന് ചിന്തിക്കണ്ടേ, ഞാൻ ഇത് ഏത് സമയത്ത് ആരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ പറ്റാത്ത കാര്യമാണോ, ഏത് കോലത്തിൽ പറയണം, ആരോടൊപ്പം പറയണം എന്നുള്ളൊരു കോലം വേണ്ട. തോന്നിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തറി. ഇവർക്ക് നല്ല പച്ചത്തറിൻ്റെ സ്കൂൾ തുടങ്ങാൻ പറ്റും. പച്ചത്തറി. ഈ സമൂഹത്തിൽ ആരോടെന്ത് പറയണം, സ്വന്തം വീട്ടിലൊരാളോട് നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മളെ വീട്ടിൽ നമ്മൾ പറയുന്ന ചിലപ്പോൾ നമ്മളെ വീട്ടിലില്ലയോ അല്ലെങ്കിൽ നമ്മൾ കുടുംബക്കാരോ അല്ലെങ്കിൽ അയൽവാസികളോ സുഹൃത്തുക്കളോ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത്ര മോശമാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അതായത് സ്വന്തം വീട്ടുകാർ അടിച്ചൊഴിവാക്കിയത് അല്ലെങ്കിൽ എല്ലാം അങ്ങനത്തെ ഒരു ഇതുണ്ടാവുമല്ലോ, പുറന്തള്ളിയ ടീം. ആ പുറന്തള്ളിയ ടീമിന് എന്തും പറയാം. കാരണം ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനൊന്നും ഇല്ലല്ലോ. മേലയിൽ നോക്കിയ ആകാശം, താഴത്ത് നോക്കിയ ഭൂമി. ആരും തിരിഞ്ഞു നോക്കാനും ചോദിക്കാനും ആരോടും ബോധ്യപ്പെടുത്താനും ആരോടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അധിക നിരീശ്വരവാദികളെ കുടുംബങ്ങൾ വളരെ മോശത്തിലാണെന്ന് പറയുന്ന കേട്ടോ. കാരണം മക്കൾ തന്നെ അടിച്ചു വായിച്ചെന്നല്ല പറയുന്നുണ്ട്. കാരണം വെച്ചാൽ മക്കൾക്കെല്ലാം ഒരു മടുപ്പുണ്ടാവില്ല ഇതൊന്നായി കേൾക്കുന്ന അവർ. അതുകൊണ്ട് എപ്പോഴും നല്ല വായി തുറന്നു കഴിഞ്ഞാൽ നന്മ. ഇത് പെരാന്തനായി കുരക്കുന്ന പോലെ. പെരാന്തനായി ഇതിലും ഡീസൻ്റാണ്. പെരാന്തനായിക്ക് എന്നാലും ചിലപ്പോൾ അതിനെ പിടിച്ചു വെച്ചിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ചിലപ്പോൾ അതിന് ഇഞ്ചക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റെഡിയാവും, ഇല്ലാതെ അതിൻ്റെ വൈക്കം പോകും. ഇതെന്താ സംഭവം? ഇതിനൊരു ലിമിറ്റുണ്ടാ? ഇതിന് ഈ ഒരു മന്ദബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലായ്മ, അത് ഒരു അതൊന്നല്ല. എന്താ ഇതിന് പറയേണ്ടത്? അതിലും ഒരു പ്രസവത്തിലുണ്ടാകുന്നൊരു വൈകല്യങ്ങൾ, ജന്മന ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം നമുക്ക് അവരെ കൊണ്ടൊന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പാവം അവർ നല്ല നിലക്ക് പറയും. ഇതെന്താ ഇതിനെന്താ പറയണ്ടേ? ശരിക്കും ഒരു കഴുതയോ ഒരു പെരാന്തനായോ ഇതൊക്കെ വളരെ ഡീസൻ്റാണ് ഇവരെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. കാരണം അത് പിന്നെ അതങ്ങനെ ആയിപ്പോയതാണ്. ഇത് വിദ്യാഭ്യാസം കൂടിപ്പോയെന്നുള്ളൊരു തോന്നൽ സ്വന്തമായിട്ടുണ്ടാവുകയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് കാണാണ്ട് പഠിച്ച് കുറച്ച് വാക്കുകൾ ഇരുന്നിട്ട് ഇങ്ങനെ ചോറ് വയ്ക്കുന്നവരെ ഇങ്ങനെ കറി ഒഴിച്ചു കൊടുക്കുമല്ലോ, ഓരോരോ തരത്തിലുള്ള കറികൾ. അതേപോലെ ഇടയ്ക്കെല്ലാം ഓരോന്നങ്ങ് വിട്ടിട്ട് കുറച്ച് കൂട്ടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിചാരം ഇവർക്ക് ഏതെങ്കിലും ഭാഷകളിലോ ഏതെങ്കിലും ചില കാര്യങ്ങളിലോ എന്തെല്ലോ വേർഡ്സ് പഠിച്ചതൊക്കെ അവർക്ക് എവിടെയെങ്കിലും ഇതേപോലെ വിളമ്പി വെക്കാനെല്ലാം പറ്റും.
അത് ഏത് സമയത്ത് ആരോടെപ്പോൾ എന്തിനെക്കുറിച്ചിട്ടാണെന്നുള്ളൊരു ബോധം വേണ്ടേ. എന്നിട്ടുള്ള പച്ചത്തെറിയാണ് പറയുന്നത്, പച്ചത്തെറി. അപ്പോൾ ഇതുകൊണ്ട് എന്താ കാര്യം? ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യം? ഒരാൾ നടുറോട്ടിലിരുന്നിട്ട് തൂറുന്നു, ഓന് ഡോക്ടറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒരു ഡോക്ടർ നടുറോട്ടിലിരുന്നിട്ട് തൂറുമോ? ഇതിപ്പോൾ അങ്ങനെ ഒരു തൂറി നടുറോട്ടിൽ തൂറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നമുക്ക് തുറാൻ മുട്ടിയുണ്ടോയെന്നെങ്കിലും പറയാം. ഇവരെ പറ്റി എന്താ പറയണ്ടേ? അതുകൊണ്ട് അത്രയും വൃത്തികെട്ട കോലങ്ങളിലുള്ള ജീവിതം മാറ്റി വെച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങനെ ജീവിച്ചാൽ കുഴപ്പമില്ല. മറ്റുള്ള നടന്നു പോകുന്ന ആൾക്കാരെയും ഓരോ സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം പിടിച്ച് വലിച്ചിട്ടിട്ട് അപ്പോൾ പറയും മുഹമ്മദ് നബി അങ്ങനെ ചെയ്തില്ലേ, മുഹമ്മദ് നബി ഇങ്ങനെ ആക്കിയില്ലേ, മുഹമ്മദ് നബി അങ്ങനെ ആക്കിയില്ലേ. മുഹമ്മദ് നബി ആക്കിയതല്ലോ ആദ്യം നോക്ക്. ലോകത്ത് പല രാജ്യങ്ങളിലും കൾച്ചറും നിയമങ്ങളും വിപ്ലവങ്ങളെല്ലാമായി മാറിപ്പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത റിസൾട്ടാണ്. തിരിച്ചൊരു ചോദ്യം, ഇനിയെന്ത് ചെയ്തു? റോഡിൻ്റെ നടു റോട്ടിൽ തൂറി വെച്ചതാ, വേറെന്താ ചെയ്തേ? ഉള്ള കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞ് പരിരക്ഷണം പറഞ്ഞ് അതൊരു വരുമ്പാക്കി മറ്റേതാക്കി മറിച്ചേതാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഗറ്റീവ്സ് അടിച്ചടിച്ചടിച്ച് ഇപ്പോൾ ഉറക്കത്തിൽ പോലും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. സാധാരണ മനുഷ്യന്മാർക്ക് ഉറങ്ങുന്നവരൊരു റെസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ സ്വപ്നത്തിലും ഇതന്നെ ആയിരിക്കും. ഇത്രയും വൃത്തികെട്ട ജീവിതം അത് ഒന്നുകിൽ ആർക്കെങ്കിലും ഒരു ഉപകാരത്തിനെത്തണം ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ നന്മ. നിങ്ങൾ ഇപ്പോൾ മതത്തിൻ്റെ തിന്മകൾ അങ്ങനെയാണ്, തിന്മകൾ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, നിങ്ങളെ മനസ്സിൽ തിന്മകൾ മാത്രമേ കയറുന്നുള്ളൂ. ഓക്കെ, അത് കയറിക്കോട്ടെ. ഇനി മതത്തിൻ്റെ നന്മകളൊന്ന് കണ്ടോക്കെങ്കിൽ, അതായത് ഓരോ മതത്തിലും ഒരുപാട് നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ നന്മകൾ മാത്രം അവരിൽ കണ്ടുകൊണ്ട് അവരോട് പെരുമാറാൻ, നിങ്ങൾ ഇന്നേ നല്ല ആളുകളാണ്, ഇന്നേ കാര്യങ്ങളൊക്കെ നിങ്ങളുണ്ട്, അതൊക്കെ നന്മയാണെന്ന് അവരോട് പറഞ്ഞിട്ട് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയിക്കൂടെ? അതല്ലേ പരസ്പരം വിദ്യാഭ്യാസം കൊണ്ടും ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടെല്ലാം അർത്ഥാക്കേണ്ടത്. അല്ലാണ്ട് നടന്നു പോകുന്ന ഒരാളോട് കണ്ട ഉടനെ തന്നെ ആടാ എന്തെല്ലാം സുഖം തന്നെ ചോദിച്ചിട്ട് അടുത്ത എൻ്റെ മതത്തിൽ എന്താണ് ഇങ്ങനെ ആയിപ്പോയിക്ക്, ആൾക്കാർ ഇങ്ങനെ ആയിപ്പോയിക്ക്, മറ്റേത് മറിച്ചതെന്നുകൊണ്ട് എന്താ അവസ്ഥ? അത് ചോദിക്കുന്നവൻ്റെ എന്താണ് ബുദ്ധി, എന്താണ്? അതേ സ്ഥാനത്ത് ഓനോടൊന്നും പറയണ്ട, ഓൻ്റെ കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ കറക്റ്റ് ഖുർആൻ പറഞ്ഞത് കുല്യായി വൽ കാഫിറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികൾ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കോലം കൊണ്ട്, അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നതിനെ നിങ്ങളും വിശ്വസിക്കുന്നില്ല, ഇനി നിങ്ങൾ വിശ്വസിക്കുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നതിനെ നിങ്ങളും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അതിനാർക്കെങ്കിലും എന്തെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. അവരെ വഴിക്ക് പോയിക്കോട്ടെ. അവരിവിടെ ഇസ്ലാമിലെത്താത്തതുകൊണ്ട് ഇസ്ലാമിൽ ആൾ കുറഞ്ഞു വയ്ക്കുന്നോ ഇസ്ലാമിൽ പ്രയാസമോ പ്രശ്നമോ എന്തോ ഒന്നുമില്ല. അതേ സ്ഥാനത്ത് ഇസ്ലാമിലുള്ള ആരെങ്കിലും അങ്ങോട്ട് കാര്യങ്ങളോ അതോ ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം ഓനക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ടില്ല. അള്ളാഹു തആല ഹിദായത്ത് കൊടുത്ത ഒരാളാണെങ്കിൽ അത് അവിടെ ഉണ്ടാവും. ഇനി ജന്മനാ മുസ്ലിമും അതിനുശേഷം അമുസ്ലിമും, അപ്പം കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലോ ഒരു ഭീകരം തെറ്റ് ഒരു ഉച്ചാരണം പോലെയാണ് ഇപ്പോൾ ആളുകൾ അതിന് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ ഉണ്ടാക്കിയെടുത്താണ്. കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മുസ്ലിംസ് എന്നാണ് അർത്ഥം. നോൺ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം, മുസ്ലിം അല്ലാത്ത ആൾ, അതാണ് കാഫിർ. അതായത് ബഹുദൈവ ആരാധകർ, അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നി കാഫിർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ പിന്നെ പറയുന്നത് കാഫിറിനെ കണ്ടെടുത്ത് വെച്ചിട്ട് കൊല്ലണമല്ലോ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാഫിറിനെ മാത്രമല്ല, അതായത് യുദ്ധം നടക്കുന്ന വേളയിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ജന്മം ജീവിതം എല്ലാ സൗകര്യം ചെയ്ത ദൈവത്തിനെ ആരാധിച്ച് ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടിച്ച് നമ്മളിൽപ്പെട്ട ആളുകളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഒരുപാട് പ്രയാസങ്ങളും അക്രമങ്ങളും ഇങ്ങനെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരു നിലക്കും ധാരണയും സന്ധിയൊന്നും നടക്കുന്നില്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാൻ
നമുക്കെന്നാൽ പിന്നെ അടിച്ചു തീർക്കാമല്ലോ, നിങ്ങൾ വന്നോ നമ്മൾ വന്നോ, ഒരു ഡേറ്റ് വന്നോ സ്ഥലം പറഞ്ഞോ സമയം പറഞ്ഞോ അടിച്ചു തീർക്കാമല്ലോ. ഓക്കെ, അതാണ് ആ യുദ്ധം. കാരണം ജീവിക്കാനുള്ള വേറൊരു നിവൃത്തിയില്ല. അങ്ങനെയുള്ള യുദ്ധ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലുള്ള ശേഷമുള്ള വരിയാണ് കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്നത്. ഇപ്പം മുസ്ലിങ്ങളുള്ള എത്ര സ്ഥലങ്ങളുണ്ട്, ഇസ്ലാമിക് രാജ്യങ്ങളിൽ എത്ര മുസ്ലിമീങ്ങൾ, ഒരുപാട് റിച്ച് ലെവലിൽ ഉണ്ട് ആളുകൾ. ആരെങ്കിലും ജോലിയിലോ കച്ചവടത്തിലോ സാധനം വാങ്ങിക്കുന്നതിലോ കൊടുക്കുന്നതിലോ ജീവിക്കുന്നതിലോ സുഹൃത്തുക്കളിലോ എന്തിലെങ്കിലും മതത്തിൻ്റെ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, കുത്തിവെക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്ത്യയിൽ RSS BJP ഒക്കെ ഈ നിരീശ്വരവാദികളുടെ വേറൊരു ടോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബീഫ് കഴിച്ചവനടി, കഴിക്കാത്തവനടി, ഒളിപ്പിച്ചതിനടി, ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ടടി, ഒളിപ്പിക്കുകയും ചെയ്യാണ്ട് ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. ഇനി മണ്ണ് കുഴിച്ചു നോക്കി ഒന്നും ഇല്ലെങ്കിൽ പോലും കുഴിക്കാൻ വേണ്ടിയിട്ട് പൊളിക്കൽ വേറെ, അങ്ങനെ എന്തെല്ലാം തോന്നിവാസം നടക്കുന്നത്. അതൊന്നും അവരൊന്നും ഹിന്ദുക്കളല്ല. ഹിന്ദുക്കളിൽ നല്ല ഡീസൻ്റായിട്ടുള്ള ആളുകൾ, എല്ലാ കൾച്ചറും സ്വീകരിക്കുന്ന ആളുകളാണ് ഹിന്ദു. ഇന്ത്യയിലുള്ള കൾച്ചർ അതല്ലേ. അറബികൾ എത്രയോ കാലം മുമ്പ് ഇന്ത്യയിൽ വന്ന സമയത്ത് എത്ര ഭംഗിയിലും സൗന്ദര്യത്തിലാണ് അവർ സ്വീകരിച്ചത്, ഇളനീർ കൊടുത്തിട്ടും. പക്ഷെ അപ്പോൾ ആ സമയത്ത് തന്നെ കച്ചവട കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അറബികൾക്ക് കൂടുതൽ കച്ചവടം നടക്കുന്ന സമയത്ത് അറബികൾ കച്ചവട സമയം ചുരുക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനായിട്ടുള്ള ഹൈന്ദവർക്ക് കച്ചവടം കുറയാൻ പാടില്ല എന്നുള്ളതിൽ അവരുടെ സമയം പോലും ചുരുക്കി. അതായത് എല്ലാവരും ജീവിക്കണം ലോകത്ത്, ആ നിലക്കാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ മറ്റവൻ്റെ ഷോപ്പോ കാര്യങ്ങൾ എങ്ങനെ പൂട്ടിക്കാനല്ല നോക്കുന്ന ആൾക്കാർ. മോൻ അങ്ങനത്തോനാണ്, മോൻ ഇങ്ങനത്തോനാണ്, മറ്റേതാണ് മറിച്ചതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മുൻഗാമികളുടെ നന്മ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ RSS BJP പോലത്തെ ആൾക്കാർ ജാതി മതം മറ്റുള്ള ആൾക്കാരുടെ തോന്നിവാസങ്ങൾ അതും ഇതെല്ലാം പണ്ട് ഈ ജാതി താഴ്ന്ന ജാതി പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. അതൊക്കെയാണ്, അതിലേക്ക് തന്നെയാണ് പിന്നെയും വിളിച്ചിട്ട് ഹിന്ദു രാജ്യമാക്കണം എന്നെല്ലാം വേണ്ടി ഇവർ വലിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ പിന്നെ ഈ വലിയ വലിയ ടീമെല്ലാം ഇപ്പോൾ അന്നേരം ഇറങ്ങും, തമ്പ്രാക്കന്മാരും തമ്പുരാട്ടിമാരും മറ്റുള്ള ആൾ അടിമയാക്കലും അടിമപ്പണി എടുപ്പിക്കലും അടിമനെ മറ്റേ എല്ലാ കളിയും നടത്തിക്കാനുള്ള എല്ലാം. ഇപ്പം തന്നെ ഈ RSS BJP തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആരാ? ഹിന്ദുക്കളിലുള്ള താഴ്ന്ന തട്ടിലുള്ള ആരെങ്കിലും അവർ ഏതെങ്കിലും ഉയർത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. താമര ചെതല് പിടിച്ചിട്ട് വോട്ടിംഗ് മെഷീനിൽ നിറച്ച് വെച്ചതെല്ലാം ആദ്യം ക്ലീനാക്കാനുണ്ട്. എന്നിട്ട് CCTVയിൽ കൊണ്ടുവന്നിട്ട് CCTV ലൈവ് പ്രൊട്ടക്ഷനിലുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കണം വോട്ടർ മെഷീനിൽ എല്ലാ കാലത്തും. അത് ഓരോ ടൈമിലും വിത്തിൻ 1 hour ചെക്ക് ചെയ്യണം. ഒരു 10 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് താമരയാണോ ഇല്ലോ എന്നുള്ളത്. അങ്ങനെ ഓരോ എന്നിട്ട് CCTV കൺട്രോളിൽ ലൈവ് ജനങ്ങൾക്കടക്കം മനസ്സിലാക്കാൻ പറ്റിയ ലെവലിലേക്കുള്ള അതിനെ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് മാറ്റം നാട്ടിൽ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തലയിൽ കയറിയിട്ട് ആരെയും നിരങ്ങാൻ അനുവദിക്കാൻ പാടില്ല. അത് ഏത് കൊലകൊമ്പനായിക്കോട്ടെ. ഒരു കുറഞ്ഞ കാല ജീവിതമുള്ളൂ. ആ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സമാധാനത്തോടു കൂടി എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തോടു കൂടി ഐക്യത്തോടെ ജീവിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.